ആരംഭിച്ചത്. 1 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ഫയർഫോഴ്സ് തീയണച്ചു. ചാലക്കുടി മേലൂരിൽ മിന്നൽ ചുഴലി. 50ഓളം പറമ്പുകളിലെ കാർഷിക വിളകൾ നശിച്ചു. 5 വീടുകളുടെ മുകളിൽ മരം വീണു. ഉപരാഷ്ട്രപതി നാളെ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തും. രാവിലെ 8 മുതൽ 10 വരെ ദർശനത്തിന് നിയന്ത്രണം. ക്ഷേത്രനഗരിയിൽ സുരക്ഷ കർശനമാക്കി പോലീസ്. മാതൃകാപരമെന്ന് മേനി നടിക്കുന്ന സംസ്ഥാനത്തിന്റെ ആരോഗ്യമേഖല പരിതാപകരമായ സ്ഥിതിയിലാണെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ്. കോൺഗ്രസിന്റെ പുതിയ നേതൃത്വം UDFന് ഉണർവ് നൽകുന്നതാണെന്നും PJ ജോസഫ്. തൃശൂർ പുല്ലഴി ചെറിയ പാലത്തിൽ അടിഞ്ഞുകൂടിയ ചണ്ടിയും കുളവാഴിയും ഇറിഗേഷൻ വകുപ്പ് നീക്കി തുടങ്ങി. ചണ്ടി നീക്കം ആരംഭിച്ചതോടെ കനാലിലെ നീരൊഴുക്ക് വർദ്ധിച്ചു. തൃശൂർ നഗരത്തിൽ ATMൽ ഉൾപ്പെടെ 2ഇടങ്ങളിൽ മോഷണശ്രമം. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഹൈറോഡിലെ ശാഖയിലും സമീപത്തെ വസ്ത്രശാലയിലുമാണ് മോഷണശ്രമം നടന്നത്. പ്രതിയെ കൈയോടെ പൊക്കി പോലീസ്. നെല്ലങ്കരയിൽ പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച ഗുണ്ടകളെ നേരിട്ട സ്ഥലത്തെ റോഡിന് കമ്മീഷണറുടെ പേരിട്ട് നാട്ടുകാർ. സംഭവം അറിഞ്ഞ ബോർഡ് നീക്കം ചെയ്യിപ്പിച്ച് സിറ്റി പോലീസ് കമ്മീഷണർ. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. തൃശൂരിലെ ബഹുനില കെട്ടിടത്തിൽ തീപിടുത്തം. പാർക്കിംഗ് ഏരിയയിൽ കൂട്ടിയിട്ട മാലിന്യത്തിനാണ് തീപിടിച്ചത്. ഞായറാഴ്ച വൈകിട്ട് 5:30 പ്രസ് ക്ലബിന് സമീപത്തെ ചാവക്കാട് സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള ഡെൽമ കോംപ്ലക്സിലാണ് തീപിടുത്തമുണ്ടായത്. കെട്ടിടത്തിന്റെ ബേസ്മെന്റിലുള്ള പാർക്കിംഗ് ഏരിയയിൽ കൂട്ടിയിട്ടിരുന്ന ചപ്പുചവറുകളിൽ നിന്നാണ് തീയും പുകയും ഉയർന്നത്. പുകയും കെട്ടിടത്തിലെ നിർത്താതെയുള്ള സൈറനും ശ്രദ്ധയിൽപ്പെട്ട ഉടനെ ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയായിരുന്നു. തൃശൂർ ഫയർ സ്റ്റേഷനിൽ നിന്നുള്ള 2 യൂണിറ്റ് എത്തിയാണ് തീയും പുകയും നിയന്ത്രണ വിധേയമാക്കിയത്. വലിയ രീതിയിൽ പുകയുയർന്നത് ആദ്യഘട്ടത്തിൽ ഫയർഫോഴ്സിനെ പ്രതികൂലമായി ബാധിച്ചു. ബ്ലോവർ ഉപയോഗിച്ച് പുക പുറത്തേക്ക് നീക്കിയ ശേഷം ഓക്സിജൻ മാസ്ക് അടക്കമുള്ളവ ഉപയോഗിച്ചാണ് അഗ്നിരക്ഷാംഗങ്ങൾ പാർക്കിംഗ് ഏരിയയിൽ കടന്ന് തീ അണച്ചത്. ജനറേറ്റർ സ്ഥാപിച്ചിട്ടുള്ള ഇവിടെ ഈ സമയം നിരവധി ഇരുചക്ര വാഹനങ്ങളും 2 ഗ്യാസ് സിലിണ്ടറുകളും ഉണ്ടായിരുന്നു. സിലിണ്ടറുകൾ നീക്കിയ ശേഷമാണ് തീയണയ്ക്കൽ ആരംഭിച്ചത്. സ്വകാര്യ ബാങ്ക്, കേബിൾ ചാനൽ നെറ്റ്വർക്ക് ഓഫീസ്, വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങിയവ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലാണ് തീ പിടിച്ചത്. മുകളിലത്തെ നിലയിലേക്ക് തീ പടർന്നിട്ടില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് ഫയർഫോഴ്സ് മടങ്ങിയത്. അവധി ദിവസമായതിനാൽ മറ്റനിഷ്ട സംഭവങ്ങളും ഒഴിവായി. TCV തൃശൂർ. ചാലക്കുടി മേലൂരിൽ മിന്നൽ ചുഴലിയിൽ വ്യാപക നാശനഷ്ടം. 50ഓളം പറമ്പുകളിലെ കാർഷിക വിളകൾ നശിച്ചു. 5 വീടുകളുടെ മുകളിൽ മരം വീണു. നിരവധി വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു. മുള്ളൻപാറ, പന്തൽപ്പാടം, പിണ്ടാണി തുടങ്ങിയ സ്ഥലങ്ങളിലായിരുന്നു വൻ നാശമുണ്ടായത്. മുള്ളംപാറ മംഗലത്ത് രാഹുലിന്റെ പറമ്പിൽ 50 ജാതി മരങ്ങൾ കടപുഴകി വീണു. മൂത്തേടം ജോൺസൺ, കൈതാരം ജോസ്, ഇയാളുടെ ജ്യേഷ്ഠൻ വർഗീസ്, പെരുമ്പിള്ളിയാൽ പ്രസന്നൻ, നാഴിയമ്പാറ ലിജോ തുടങ്ങിയവരുടെ കാർഷിക വിളകളാണ് നശിച്ചത്. തേക്ക്, തെങ്ങ് തുടങ്ങിയ മരങ്ങളും നിലംപൊത്തി. മുള്ളംപാറ മൂത്തേടൻ സെബാസ്റ്റ്യന്റെ പറമ്പിലെ മരങ്ങൾ വീണ് ലീന ജോൺസന്റെ വീടിന് ഭാഗികമായി കേടുപറ്റി. 7 വൈദ്യുതി പോസ്റ്റുകളും തകർന്നിട്ടുണ്ട്. മരങ്ങൾ വീണ് മേലൂർ അടിച്ചിലി റോഡിലെ ഗതാഗതം സ്തംഭിച്ചു. ചാലക്കുടിയിൽ നിന്നും അഗ്നിശമന വിഭാഗം സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി. മേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് MS സുനിതയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും വിവിധ യുവജന സംഘടനകളും നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ നാളെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനം കണക്കിലെടുത്ത് നഗരത്തിൽ പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. DGP രവാഡ ചന്ദ്രശേഖർ ഗുരുവായൂരിലെത്തി സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തി. ക്ഷേത്രത്തിനകത്തും ശ്രീവത്സത്തിലും പരിശോധന നടത്തി. സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി 800ഓളം പോലീസുകാരെയാണ് ക്ഷേത്രനഗരിയിൽ വിന്യസിച്ചിരിക്കുന്നത്. സുരക്ഷാ ചുമതലയുള്ള നോർത്ത് സോൺ IG രാജ്പാൽ മീണ, തൃശൂർ റേഞ്ച് DIG ഹരിശങ്കർ, സിറ്റി പോലീസ് കമ്മീഷണർ R ഇളങ്കോ എന്നിവരുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. ക്ഷേത്രത്തിലേക്കും ശ്രീവത്സം അതിഥി മന്ദിരങ്ങളിലേക്കുമുള്ള പ്രവേശന കവാടങ്ങളിൽ മെറ്റൽ ഡിറ്റക്ടർ സ്ഥാപിച്ചു. ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും ക്ഷേത്രനടയിലെ കടകളിൽ കയറി പരിശോധന നടത്തി. തിങ്കളാഴ്ച രാവിലെ 8:40 പത്നി സുദേശ ധൻഖറിനൊപ്പം ഉപരാഷ്ട്രപതി ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിൽ ഹെലികോപ്റ്റർ ഇറങ്ങും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും കൂടെയുണ്ടാകും. ഹെലിപ്പാഡിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സ്വീകരിക്കും. കാർ മാർഗം 9 ശ്രീവത്സം അതിഥി മന്ദിരത്തിലെത്തും. NK അക്ബർ MLA, നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ്, ദേവസ്വം ചെയർമാൻ Dr. VK വിജയൻ, ഭരണസമിതി അംഗങ്ങൾ, അഡ്മിനിസ്ട്രേറ്റർ എന്നിവർ ചേർന്ന് സ്വീകരിക്കും. 5 മിനിറ്റ് നേരത്തെ വിശ്രമത്തിന് ശേഷം ദേവസ്വം ബഗ്ഗിയിൽ ക്ഷേത്രത്തിലെത്തും. ദർശനം കഴിഞ്ഞ് 9:30 മടങ്ങും. രാവിലെ 8 മുതൽ 10 വരെ ക്ഷേത്രത്തിൽ ഭക്തർക്കും ദർശനത്തിനും റോഡിൽ ഗതാഗതത്തിനും നിയന്ത്രണമുണ്ടാകും. അതിഥി മന്ദിരത്തിൽ നിന്ന് തെക്കേ നടയിലൂടെ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിലെ ഇരുഭാഗത്തുമുള്ള കടകൾക്ക് തുറക്കാൻ അനുമതിയില്ല. ഈ ഭാഗം തുണി കൊണ്ട് മറയ്ക്കും.
ക്ഷേത്രനഗരിയിലെ ലോഡ്ജുകളിൽ താമസിക്കുന്നവരുടെ വിവരങ്ങൾ പോലീസ് ശേഖരിക്കും. ഉപരാഷ്ട്രപതി മടങ്ങുന്നതുവരെ സ്വകാര്യ ഹെലികോപ്റ്റർ, ഡ്രോൺ തുടങ്ങിയവ പറത്തുന്നത് നിരോധിച്ച് ജില്ലാ കളക്ടർ ഉത്തരവിട്ടിട്ടുണ്ട്. TCV ഗുരുവായൂർ. മാതൃകാപരമെന്ന് മേനി നടിക്കുന്ന സംസ്ഥാനത്തിന്റെ ആരോഗ്യ മേഖല പരിതാപകരമായ സ്ഥിതിയിലാണെന്ന് കേരള കോൺഗ്രസ് ചെയർമാനും MLAയുമായ PJ ജോസഫ്. കോൺഗ്രസിന്റെ പുതിയ നേതൃത്വം UDFന് ഉണർവ് നൽകുന്നതാണെന്നും PJ ജോസഫ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കേരള കോൺഗ്രസ് തൃശൂരിൽ സംഘടിപ്പിച്ച ദ്വിദിന ജില്ലാ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോട്ടയം മെഡിക്കൽ കോളേജിലെ കുട്ടികളുടെ ഹോസ്റ്റലിന്റെ കമ്പിയൊക്കെ തെളിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് കുട്ടികളുടെ ദേഹത്ത് പതിക്കുന്നു. ബീഹാർ എന്നുള്ളൊരു കുട്ടി പറയാണ് അവരുടെ സ്ഥലം ഇതിനേക്കാളും ബെറ്ററാണ്. പിന്നെ കുറേ സ്ഥലങ്ങളിൽ കെട്ടിടങ്ങൾ തീർന്നു കിടക്കുന്നു, ഉപയോഗിക്കുന്നില്ല, ഒരു കോർഡിനേഷൻ ഇല്ല. PWD, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെയുള്ള പരിതാപകരമായ സ്ഥിതിയുണ്ട്. നമ്മുടെ ഈ സംസ്ഥാനത്തെ ആതുരാലയങ്ങൾ ലോകത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നതാണ്. ഇന്ത്യയിൽ നമ്പർ 1 ഉണ്ടാവണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഈ കുറവുകൾ നമ്മൾ കാണുകയാണ്. ഏകോപനമില്ലായ്മയാണ് ആരോഗ്യവകുപ്പിന്റെ പരാജയം. സമാനമായ സ്ഥിതിയാണ് സർക്കാരിൻ്റെതും. ഒട്ടേറെ വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് നൽകി ഒന്നും നടപ്പിലാക്കാതിരിക്കുക എന്നതാണ് സർക്കാരിന്റെ രീതിയെന്നും PJ ജോസഫ് കുറ്റപ്പെടുത്തി. ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ ഒട്ടേറെ വാഗ്ദാനങ്ങൾ നൽകുകയും നടപ്പാക്കാതിരിക്കുകയും ചെയ്യുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഓരോ മേഖലയിലും മത്സരിക്കേണ്ട സീറ്റുകളെ സംബന്ധിച്ച് നമുക്ക് ധാരണയുണ്ടാവും. പ്രധാനമായും കോൺഗ്രസ് പാർട്ടിയുമായിട്ടുള്ള ചർച്ചയിൽ ആ സീറ്റുകൾ ഫൈനലൈസ് ചെയ്യണം. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ നല്ല തിളക്കമാർന്നൊരു വിജയം കൈവരിക്കാൻ കഴിയും. അതുപോലെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലേക്ക് പുതിയൊരു സണ്ണി ജോസഫ് ഉൾപ്പെടെ അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ളവർ വന്നിരിക്കുന്നു. അതെല്ലാം പുതിയ ഉണർവ് പകർത്തുന്ന കാര്യമാണ്. ടൗൺ ഹാളിൽ നടന്ന സമ്മേളനത്തിൽ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് CV കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു. പാർട്ടി വർക്കിംഗ് ചെയർമാൻ അഡ്വക്കേറ്റ് PC തോമസ് മുഖ്യ പ്രഭാഷണം നടത്തി. മുഖ്യമന്ത്രിയെയും ചികിത്സയ്ക്കായുള്ള അദ്ദേഹത്തിന്റെ അമേരിക്കൻ യാത്രയെയും PC തോമസ് പരിഹസിച്ചു. വിജയൻ വിജയിച്ചിട്ടില്ല, വീണയെപ്പോലെ വീണ് കിടക്കുകയാണ്. ജലദോഷത്തിന് ചികിത്സയ്ക്കെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി മുങ്ങിയതാണെന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടി ഡെപ്യൂട്ടി ചെയർമാൻ കൂടിയായ അഡ്വക്കേറ്റ് K ഫ്രാൻസിസ് ജോർജ് MP, ഡെപ്യൂട്ടി ചെയർമാൻ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ, സംസ്ഥാന സെക്രട്ടറി ജനറൽ അഡ്വക്കേറ്റ് ജോയി അബ്രഹാം, സംസ്ഥാന വൈസ് ചെയർമാൻ MP പോളി, യൂത്ത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് KV കണ്ണൻ, സംസ്ഥാന ഉന്നതാധികാര സമിതി അംഗം ജോൺസൺ കാഞ്ഞിരത്തിങ്കൽ, ജില്ലാ ജനറൽ സെക്രട്ടറി ഇട്ടിയച്ചൻ തരകൻ, വൈസ് പ്രസിഡന്റ് തോമസ് ആന്റണി എന്നിവർ പങ്കെടുത്തു. TCV തൃശൂർ. ഇടവേള. തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ലിയോസിൽ വെറും 2.5% മാത്രം നൽകി ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ സുവർണാവസരം. ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ. ഉടൻ ബുക്ക് ചെയ്യൂ. ലിയോസ് ഗോൾഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാണ് ഷോപ്പിംഗ്. മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻ, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. തൃശൂർ പുലരി കോൾ കർഷകരുടെയും പ്രദേശവാസികളുടെയും ശക്തമായ പ്രതിഷേധങ്ങൾക്കും ഓഫീസ് ഉപരോധങ്ങൾക്കുമൊടുവിൽ പുലരി ചെറിയ പാലത്തിൽ അടിഞ്ഞുകൂടിയ ചണ്ടിയും കുളവാഴയും ഇറിഗേഷൻ വകുപ്പ് നീക്കി തുടങ്ങി. ചണ്ടി നീക്കം ആരംഭിച്ചതോടെ കനാലിലെ നീരൊഴുക്കും വർദ്ധിച്ചിട്ടുണ്ട്. തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളക്കെട്ടിനിടയാക്കുകയും പുലരി കോൾപ്പടവിലെ കർഷകർക്ക് ഭീഷണിയായി മാറുകയും ചെയ്യുന്ന പുലരി ചെറിയ പാലത്തിലെ ചണ്ടിയും കുളവാഴകളും നീക്കുന്ന പ്രവൃത്തികൾക്കാണ് ഇപ്പോൾ തുടക്കമായിരിക്കുന്നത്. സാധാരണഗതിയിൽ KLDC കനാൽ മഴക്കാലത്തിനു മുന്നേ വൃത്തിയാക്കി വെള്ളത്തിന്റെ ഒഴുക്ക് സുഗമമാക്കേണ്ടതാണെങ്കിലും കുറച്ചു വർഷങ്ങളായി ഇറിഗേഷൻ വകുപ്പ് ഇത് കൃത്യമായി പാലിക്കാറില്ല. പരിഹാരം ആവശ്യപ്പെട്ട് മുൻ വർഷങ്ങളിലേതുപോലെ ഇത്തവണയും കോൾ കർഷകരും പ്രദേശവാസികളും ഇറിഗേഷൻ വകുപ്പ് ഓഫീസ് ഉപരോധിച്ച് പ്രതിഷേധിച്ചിരുന്നു. ശക്തമായ സമരം നടത്തുമെന്ന കർഷകരുടെ പ്രഖ്യാപനത്തിൽ MLA ഇടപെട്ട സാഹചര്യത്തിലാണ് ചണ്ടി നീക്കം ആരംഭിച്ചത്. എന്നാൽ നീക്കം ചെയ്യുന്ന ചണ്ടിയും കുളവാഴകളും കനാൽ ബണ്ട് റോഡിലേക്ക് ഇട്ടിരിക്കുന്നതിനാൽ ഈ വഴിയിലെ യാത്രയും തടസ്സപ്പെട്ട നിലയിലാണ്. ദിവസങ്ങളോളം കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ കനാലിലെ തടസ്സം നീക്കം ചെയ്യൽ പൂർത്തിയാകൂ. TCV ന്യൂസ്, തൃശൂർ.
തൃശൂർ ഹൈറോഡിൽ ATM ശാഖയിലും വസ്ത്രക്കടയിലും മോഷണ ശ്രമം. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ATM മെഷീന്റെ മുൻവശത്തെ ചില്ല് തകർത്താണ് മോഷണത്തിന് ശ്രമിച്ചിട്ടുള്ളത്. സംഭവം നടന്നയുടൻ ബാങ്കിന്റെ സെൻട്രൽ ബാങ്കിൽ അലർട്ട് മെസ്സേജ് ലഭിച്ചതോടെ മാനേജർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി പ്രതിയെ കൈയോടെ പിടികൂടി. ഒഡീഷ സ്വദേശി സുനിൽ നായിക്കിനെയാണ് ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ATMന് സമീപത്തെ ആഷിഖ് എന്നയാളുടെ ഉടമസ്ഥയിലുള്ള ഇശൽ സ്റ്റൈൽ എന്ന കടയിലും മോഷണ ശ്രമം നടന്നിട്ടുണ്ട്. വസ്ത്രക്കടയുടെ പുറമേയുള്ള ഗ്ലാസ് ഡോറിലെ ലോക്ക് ഇയാൾ പലതവണ തള്ളി തുറക്കാൻ ശ്രമിക്കുന്നതിന്റെ CCTV ക്യാമറ ദൃശ്യങ്ങൾ TCBക്ക് ലഭിച്ചു. നെല്ലങ്കരയിൽ പോലീസിനെ മർദ്ദിച്ച ഗുണ്ടകൾക്കെതിരായ നടപടിയിൽ സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോയുടെ പേര് നൽകി നാട്ടുകാർ ബോർഡ് സ്ഥാപിച്ച് വിവരമറിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ കമ്മീഷണർ ഇടപെട്ട് ബോർഡ് മാറ്റി. നെല്ലങ്കരയിൽ ഗുണ്ടാവിളയാട്ടം തടയാൻ ചെന്ന പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും വാഹനങ്ങൾ തകർക്കുകയും ചെയ്ത സംഭവത്തിൽ പോലീസിന്റെ നിലപാടുകളെ പ്രകീർത്തിച്ചാണ് നെല്ലങ്കര പ്രദേശവാസികൾ ഇളങ്കോ നഗർ നെല്ലങ്കര എന്ന ബോർഡ് വെച്ചത്. ഇതറിഞ്ഞ പോലീസിന്റെ അഭ്യർത്ഥനയെ തുടർന്നാണ് ബോർഡ് നീക്കം ചെയ്തത്. പേരിന് വേണ്ടിയല്ല നടപടിയെടുത്തതെന്നും അനുമതിയില്ലാതെ വെച്ചതിനാലാണ് ബോർഡ് എടുത്തു മാറ്റിയതെന്നും കമ്മീഷണർ പറഞ്ഞു. സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ കണ്ടു. അപ്പോൾ നെല്ലങ്കരയിലെ എൻ്റെ പേരിലൊരു നഗറിന്റെ പേര് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ശ്രദ്ധയിൽപ്പെട്ടതിന് ശേഷം ഉടൻ തന്നെ അവിടെയുള്ള സ്റ്റേഷൻകാരനോട് പറഞ്ഞിട്ട് അത് നീക്കം ചെയ്യാനായിട്ട് ഒരു റിക്വസ്റ്റ് ചെയ്തു. സിവിൽ സർവീസിന്റെ അംഗമായിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് പൊതുവേ ഉള്ള നിഷ്പക്ഷത, അതുപോലെ സത്യസന്ധത, അജ്ഞാതത, അതിന്റെ ഭാഗമായിട്ട് ഒരു പേരിന് വേണ്ടിയോ കൈയിടിന് വേണ്ടിയോ പ്രവർത്തിക്കുന്ന ഒരു ജോലിയല്ല. ആ കാര്യം കൂടി മനസ്സിലാച്ചുകൊണ്ടാണ് അവരോട് അങ്ങ് റിക്വസ്റ്റ് ചെയ്തത്. എന്തായാലും ഭാവിയിൽ പോലീസിനോട് സ്നേഹമുള്ളവർ, പോലീസ് പ്രവർത്തനത്തിന് അഭിമാനമുള്ള വ്യക്തികൾ പോലീസിന്റെ പ്രവർത്തനത്തിന് സഹായങ്ങളും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഗുണ്ടാ സംഘങ്ങളില്ല നഗരി സംഘങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ അതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ പോലീസിന് കൈമാറിയാൽ അത് തന്നെ നമുക്കൊരു അംഗീകാരമായിട്ട് നിലനിൽക്കും. സംസ്ഥാന കൃഷി വകുപ്പിന്റെ കൂൺഗ്രാമം പദ്ധതിയിലേക്ക് ഇരിങ്ങാലക്കുട മണ്ഡലത്തെ തെരഞ്ഞെടുത്തതായി മന്ത്രി R. ബിന്ദു അറിയിച്ചു. മണ്ഡലത്തിൽ നടപ്പിലാക്കി വരുന്ന പച്ചക്കുട സമഗ്ര കാർഷിക വികസന പദ്ധതിക്ക് കൂൺഗ്രാമം പദ്ധതി മുതൽക്കൂട്ടാവുമെന്ന് മന്ത്രി പറഞ്ഞു. കൃഷി വകുപ്പ് നടത്തുന്ന പ്രയത്നങ്ങൾക്ക് ഉറച്ച പിന്തുണ നൽകി വരുന്ന മണ്ഡലമാണ് ഇരിങ്ങാലക്കുട. പച്ചക്കുടയടക്കം ഇതിനായി ആവിഷ്കരിച്ച വിവിധ പദ്ധതികൾക്ക് അംഗീകാരം കൂടിയായാണ് പുതിയ പദ്ധതിക്ക് മണ്ഡലത്തെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. 100 ചെറുകിട കൂൺ ഉൽപാദന യൂണിറ്റുകൾ, 2 വൻകിട ഉൽപാദന യൂണിറ്റുകൾ, 1 വിത്തുൽപാദന യൂണിറ്റ്, 10 കമ്പോസ്റ്റ് യൂണിറ്റുകൾ, 2 പാക്ക് ഹൌസുകൾ, 3 സംസ്കരണ യൂണിറ്റുകൾ, 100 കർഷകർക്കുള്ള പരിശീലനം എന്നിവ ഉൾപ്പെട്ടതാണ് കൂൺഗ്രാമം പദ്ധതി. കുന്നംകുളം പാറയമ്പാടത്ത് ശുദ്ധജല പദ്ധതിയുടെ പൈപ്പിടൽ പുരോഗമിക്കുന്നു. ഇതോടെ കുന്നംകുളത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ പാറയമ്പാടം വഴി സഞ്ചരിച്ചു തുടങ്ങി. പാറയമ്പാടത്ത് പൈപ്പിടുന്ന ജോലികൾ നടക്കുന്നതിനാൽ വാഹനങ്ങളെല്ലാം പഴഞ്ഞി വഴി ഏറെ വളഞ്ഞാണ് പോയിരുന്നത്. പൈപ്പിട്ട ഭാഗത്ത് ചെളികെട്ടി നിൽക്കുന്നത് കാൽനടയാത്രക്കാരെ വലയ്ക്കുന്നുണ്ട്. 2 മാസം മുൻപാണ് അക്കിക്കാവിൽ നിന്ന് പുതിയ പൈപ്പിടുന്ന പണികൾ തുടങ്ങിയത്. റോഡരികിലെ പൈപ്പുകൾ കാലപ്പഴക്കം മൂലം പൊട്ടുന്നത് പതിവായതോടെ പുതിയ പൈപ്പുകൾ സ്ഥാപിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. പൈപ്പിടൽ മൂലം സംസ്ഥാന പാതയിൽ അഗതിയൂർ റോഡ് മുതൽ അയ്യപ്പത്ത് റോഡ് വരെയുള്ള ഭാഗത്ത് നവീകരണം നടത്തിയിരുന്നില്ല. പൈപ്പിടൽ പണി ഇഴഞ്ഞതോടെ വാഹനങ്ങൾ 2 മാസത്തോളം പോർക്കുളം പഴഞ്ഞി വഴിയാണ് സഞ്ചരിച്ചിരുന്നത്. സമയനഷ്ടം മൂലം സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾ അതിവേഗത്തിൽ ഗ്രാമീണ മേഖലയിലൂടെ സഞ്ചരിക്കുന്നത് നാട്ടുകാർക്ക് ബുദ്ധിമുട്ടായിരുന്നു. TCV ന്യൂസ്, കുന്നംകുളം. മലപ്പുറം കാളികാവിൽ കെണിയിൽ കുടുങ്ങിയ നരഭൂജി കടുവയെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെത്തിക്കും. കടുവയുടെ കണ്ണിന് പരിക്കേറ്റിട്ടുണ്ട്. സുവോളജിക്കൽ പാർക്കിൽ എത്തിച്ച ശേഷം കടുവയ്ക്ക് ചികിത്സ നൽകും. 13 വയസ്സുള്ള പെൺകടുവയാണ് കാളികാവിൽ കൂട്ടിലായത്. തൃശൂർ ജില്ലാ യോഗക്ഷേമ സഭാ സമ്മേളനം തൃശൂരിൽ നടന്നു. തൃശൂർ വിവേകോദയം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സമ്മേളനം യോഗക്ഷേമ സഭ മധ്യമേഖലാ പ്രസിഡന്റ് TN മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ഹരി പഴങ്ങാപ്പറമ്പ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി കാവനാട് കൃഷ്ണൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി സുധീപ് മുണ്ടാരപ്പള്ളി, വൈസ് പ്രസിഡന്റുമാരായ മഞ്ഞപ്പറ്റ അഷ്ടമൂർത്തി, പുതുക്കാട് രുദ്രൻ നമ്പൂതിരി തുടങ്ങിയവർ സംസാരിച്ചു. മാള കേബിൾ വിഷൻ സമാദരണ വിദ്യാഭ്യാസ പുരസ്കാര വിതരണം നടന്നു. 100% വിജയം നേടി സർക്കാർ വിദ്യാലയങ്ങൾക്കും വിവിധ മേഖലകളിലെ പ്രതിഭകൾക്കും പുരസ്കാരങ്ങൾ നൽകി. SSLC +2 പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും A+ നേടിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും ഉപഹാരവും ഉൾപ്പെടുന്നതായിരുന്നു 10ാമത് പുരസ്കാരമായി നൽകിയത്. 240 വിദ്യാർത്ഥികളാണ് പുരസ്കാരം ഏറ്റുവാങ്ങിയത്. സമാദരണം ബെന്നി ബെഹ്നാൻ MP ഉദ്ഘാടനം ചെയ്തു. 24 ന്യൂസ് ചാനൽ മാനേജിംഗ് ഡയറക്ടർ ശ്രീകണ്ഠൻ നായർ മുഖ്യാതിഥിയായിരുന്നു. മാള പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു, COE സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ, ജനറൽ സെക്രട്ടറി PB സുരേഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം PK ഡേവിസ്,
പ്രസ് ക്ലബ് പ്രസിഡന്റ് ഷാൻഡി ജോസഫ് തട്ടകത്ത്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി മാള യൂണിറ്റ് വൈസ് പ്രസിഡന്റ് CP ഉദയൻ, KCCL മാനേജിംഗ് ഡയറക്ടർ PP സുരേഷ് കുമാർ, മാള കാർമൽ കോളേജ് വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ ജ്യോതി, COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, ജില്ലാ സെക്രട്ടറി P ആന്റണി, കേരള വിഷൻ തൃശൂർ ചെയർമാൻ KC ജോൺസൺ, മാനേജിംഗ് ഡയറക്ടർ T ജയപ്രകാശ്, COA ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം P ഗോപകുമാർ, COA മാള മേഖലാ പ്രസിഡന്റ് PS സുബിതൻ, സെക്രട്ടറി CP പ്രദീപ്, മാള കേബിൾ വിഷൻ മാനേജിംഗ് ഡയറക്ടർ ജിജോ ജോസഫ് എന്നിവർ സംസാരിച്ചു. TCV മാള. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ലിയോസിൽ വെറും 2.5% മാത്രം നൽകി ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ സുവർണാവസരം. ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ. ഉടൻ ബുക്ക് ചെയ്യൂ. ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക്. ദേശമംഗലത്ത് യുവാവിനെ വീട്ടുകിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ദേശമംഗലം കറ്റുവിട്ടൂർ കപ്പാരത്ത് പറമ്പിൽ 44 വയസ്സുള്ള ഹരിദാസനാണ് മരിച്ചത്. ഹരിദാസനെ കാണാതായതിനെ തുടർന്ന് വീട്ടുകാരും നാട്ടുകാരും തിരയുന്നതിനിടയിലാണ് മൃതദേഹം കിണറ്റിൽ കണ്ടത്. ഷൊർണൂർ ഫയർഫോഴ്സ് എത്തി മൃതദേഹം പുറത്തെടുത്തു. മാനസിക അസ്വാസ്ഥ്യമുള്ള വ്യക്തിയായിരുന്നു ഹരിദാസൻ. തൃശൂർ നഗരത്തിലെ അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങളിൽ നടപടി സ്വീകരിച്ചുവെന്നും 5 കെട്ടിടങ്ങൾ നീക്കം ചെയ്തുവെന്നുമുള്ള മേയറുടെ പ്രസ്താവന വാസ്തവവിരുദ്ധമാണെന്ന് കോർപ്പറേഷൻ കൌൺസിലർ ജോൺ ഡാനിയൽ പറഞ്ഞു. കോട്ടയത്ത് മെഡിക്കൽ കോളേജിന്റെ കെട്ടിടം തകർന്ന് വീട്ടമ്മ മരണപ്പെട്ട സാഹചര്യത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി മേയർ കള്ളപ്രസ്താവന നടത്തുകയായിരുന്നുവെന്നും ജോൺ ഡാനിയൽ പറഞ്ഞു. 5 വർഷം മുൻപ് നിർമ്മാണം പൂർത്തീകരിച്ച കടവല്ലൂർ വട്ടമാവിലെ പകൽ വീട് ഇതുവരെ തുറന്നുകൊടുത്തിട്ടില്ല. വട്ടമാവ് ആയുർവേദ ഡിസ്പെൻസറിക്ക് സമീപത്താണ് 10 ലക്ഷം രൂപ ചെലവിൽ കെട്ടിടം പണിതത്. കോവിഡ് പ്രതിസന്ധിക്കിടെ പകൽ വീടിന്റെ ഉദ്ഘാടനം നടന്നിരുന്നില്ല. പിന്നീട് കോവിഡ് ഫസ്റ്റ് ലൈൻ ചികിത്സാ കേന്ദ്രത്തിന് വേണ്ടി കൊണ്ടുവന്ന 300ഓളം കിടക്കകളും കട്ടിലുകളും സൂക്ഷിക്കാൻ കെട്ടിടം ഉപയോഗിച്ചു. കോവിഡ് മാറി ജനജീവിതം പൂർവ്വസ്ഥിതി പ്രാപിച്ചെങ്കിലും കെട്ടിടത്തിനുള്ളിലെ സാധനങ്ങൾ അവിടെ തന്നെ കിടന്നു. 4 വർഷത്തോളമാണ് ഈ സ്ഥിതി തുടർന്നത്. റവന്യൂ വിഭാഗത്തിന്റെ കീഴിലുള്ള ഈ കിടക്കകളും കട്ടിലുകളും നീക്കം ചെയ്യണമെന്ന് പലപ്പോഴായി പഞ്ചായത്ത് ആവശ്യപ്പെട്ടിരുന്നു. അടുത്ത കാലത്താണ് അവ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയത്. കെട്ടിടം ഉപയോഗിക്കാൻ സാധിക്കാതെ കിടന്നതിനാൽ വയോജനങ്ങൾക്കുള്ള മറ്റ് സജ്ജീകരണങ്ങൾ ഒരുക്കാൻ കഴിഞ്ഞിരുന്നില്ല. പകൽ വീടിനു വേണ്ടി ഈ കെട്ടിടം സജ്ജീകരിക്കാൻ ഇനി നല്ലൊരു തുക കണ്ടെത്തേണ്ടി വരും. ഈ മാസം തുറക്കാനുള്ള പദ്ധതി ഉണ്ടെന്നാണ് പഞ്ചായത്തിന്റെ ഇപ്പോഴത്തെ നിലപാട്. എന്നാൽ അതിനു വേണ്ട ഒരുക്കങ്ങളൊന്നും ഇതുവരെ നടത്തിയിട്ടില്ല. കെട്ടിടത്തിന്റെ മുകളിൽ ഷീറ്റ് മേഞ്ഞ് അവിടെ യോഗ, ജിം എന്നിവയ്ക്കുള്ള സംവിധാനങ്ങൾ ഒരുക്കുമെന്നും അതിനുള്ള ടെൻഡർ നടപടികൾ തുടങ്ങിയെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ പറഞ്ഞു. TCV കുന്നംകുളം. സാഹിത്യ സാംസ്കാരിക കൂട്ടായ്മയായ തൃശൂർ സഹൃദയവേദിയുടെ ഡയമണ്ട് ജൂബിലി സ്മാരക മന്ദിര നിർമ്മാണത്തിനുള്ള ഫണ്ട് ശേഖരണത്തിന്റെ ഉദ്ഘാടനം സാഹിത്യ നിരൂപകൻ ഡോക്ടർ PV കൃഷ്ണൻ നായർ നിർവഹിച്ചു. സാഹിത്യ അക്കാദമി വൈലോപ്പള്ളി ഹാളിൽ നടന്ന ചടങ്ങിൽ സഹൃദയവേദി പ്രസിഡന്റ് റിട്ടയർഡ് ജഡ്ജി ഡോക്ടർ PN വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. സഹൃദയവേദി വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജോർജ് മേനാച്ചേരി, കൺവീനർ പ്രൊഫസർ BA വർഗീസ്, സെക്രട്ടറി ബേബി മൂക്കൻ, സഹൃദയവേദിയുടെ സഹകാരി അംഗത്വം സ്വീകരിച്ച ഡോക്ടർ AC ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. കുടിവെള്ള മലിനീകരണത്തിനെതിരെ കാട്ടൂരിൽ മനുഷ്യച്ചങ്ങലയും പൊതുയോഗവും നടന്നു. പൊതുയോഗം അഡ്വക്കേറ്റ് PA പൗരൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ആശ, ബൾക്കീസ് ബാനു, കുടിവെള്ള സംരക്ഷണ വേദി സെക്രട്ടറി മൂളി പിയൂസ്, അരുൺ വൻപറമ്പിൽ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് AP വിൽസൺ, CPI പ്രതിനിധി AJ ബേബി, BJP മണ്ഡലം പ്രസിഡന്റ് ഷെറിൻ, കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി K സതീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു.
ജീവിത തിരക്കുകൾക്കിടയിൽ ലോകത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ സമയം ലഭിക്കുന്നില്ലെന്ന് പരാതി പറയുന്നവർക്കുള്ള മറുപടിയാണ് നഴ്സിംഗ് ഓഫീസറായ ഷെറിൻ പി ബഷീർ. ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും സഞ്ചരിച്ച ഷെറിൻ യാത്രയെ ജീവിതത്തിന്റെ ഭാഗമായാണ് കാണുന്നത്. യാത്രകളോട് പണ്ടേ തൊട്ട് പ്രിയമുള്ള ഷെറിൻ കേരളം മുഴുവൻ കണ്ടറിഞ്ഞ ശേഷം 2021 അതിർത്തി കടന്നത്. തമിഴ്നാട്ടിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളും ഒറ്റയ്ക്കും കൂട്ടായും 4.5 വർഷം കൊണ്ട് കണ്ടറിഞ്ഞു കഴിഞ്ഞു ഇവർ. ഒറ്റയടിക്ക് യാത്ര പോകുകയല്ല ഷെറിൻ ചെയ്യുന്നത്. ഒഴിവു ദിവസങ്ങളിൽ പോലും ജോലി ചെയ്ത് സ്വരുക്കൂട്ടുന്ന അവധികൾ ഒന്നിച്ചെടുത്താണ് യാത്ര. യാത്ര തുടങ്ങും മുൻപേ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് കൃത്യമായി പഠിച്ചിരിക്കും. പൊതുഗതാഗത്തെ മാത്രം ആശ്രയിച്ചാണ് ഷെറിന്റെ യാത്ര. കണക്കുകൂട്ടലുകളോടെ പുറപ്പെട്ടാൽ യാത്രകൾ സുരക്ഷിതവും കീശ കാലിയാകാതെയും പൂർത്തീകരിക്കാനാകുമെന്ന് ഇവർ അഭിപ്രായപ്പെടുന്നു. യാത്ര തുടങ്ങുമ്പോൾ ഒരു ചെറിയൊരു ലിസ്റ്റായിരുന്നു കാണാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത്. അതില് ലക്ഷദ്വീപ്, അതുപോലെ താജ്, ഏതൊരു ഇന്ത്യക്കാരനും ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞു ലിസ്റ്റായിരുന്നു. പക്ഷെ ഓരോ സ്ഥലങ്ങൾ കണ്ട് അതിൽ ഓരോ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ ലിസ്റ്റ് പതുക്കെ വലുതായി തുടങ്ങി. ഒരിക്കൽ ഞാൻ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഇന്റർവ്യൂ കണ്ടായിരുന്നു. അപ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഒരു ആള് ഒരു ലൈഫിൽ ഒരു രാജ്യം കാണാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഏത് രാജ്യം കാണുന്നത്? അപ്പോൾ ആള് പറഞ്ഞു, ഒരു സംശയമില്ല, ഇന്ത്യ. പക്ഷെ ഇന്ത്യ കാണാൻ എളുപ്പമല്ല. അപ്പം അന്ന് മുതൽ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, സ്വപ്നമായിരുന്നു ഇന്ത്യ കാണുക എന്നുള്ളത്. അത് ഓൾമോസ്റ്റ് ഞാൻ എത്തിപ്പിടിച്ചു. സമയമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യനും ഒന്നും മാറ്റി വെക്കേണ്ടതില്ല. പൈസയും സാഹചര്യവും പെർമിഷനും ഒക്കെ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ ടൈം ഇല്ല എന്നുള്ളത് ഒരു റീസൺ അല്ല, നമ്മളുടെ പ്രയോറിറ്റി അനുസരിച്ചിരിക്കും. എത്ര കണ്ടാലും മതിവരാത്തത് തമിഴ്നാടിന്റെ ഗ്രാമഭംഗിയാണെന്നാണ് ഷെറിന്റെ പക്ഷം. ആഗ്രഹങ്ങൾക്ക് ചിറക് നൽകി അവയെ സ്വതന്ത്രമായി പറക്കാൻ അനുവദിച്ചാൽ ജീവിതം സന്തോഷകരമായിരിക്കുമെന്നാണ് ഷെറിന്റെ പക്ഷം. യാത്രകൾ നൽകിയിട്ടുള്ള ഊർജ്ജം ഉൾക്കൊണ്ട് ഷെറിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച രാസ്ത എന്ന യാത്രികരുടെ വാട്സപ്പ് കൂട്ടായ്മ കേരളത്തിലെ 14 ജില്ലകളിലും പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യക്കകത്തും പുറത്തുമുള്ളവർ ഈ കൂട്ടായ്മയിൽ അംഗങ്ങളാണ്. യാത്രയ്ക്കിറങ്ങുന്നവർക്ക് സഹായത്തിനായി ഒരു സമ്പൂർണ്ണ യാത്രാ ഗൈഡ് പുറത്തിറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഷെറിൻ പി ബഷീർ. ദൈനംദിന ജീവിതത്തിന്റെ തിരക്ക് കാരണം യാത്ര പോകാൻ കഴിയുന്നില്ലെന്ന് പരിതപിക്കുന്നവർക്കുള്ള മറുമരുന്നാണ് ഷെറിൻ എന്ന ആരോഗ്യ പ്രവർത്തകയുടെ ജീവിതം. TCV കൊടുങ്ങല്ലൂർ. ന്യൂ ലേബർ പാർട്ടിയുടെ ആഭിമുഖ്യത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട മുന്നാക്ക പിന്നാക്ക ന്യൂനപക്ഷ ദളിത് സമുദായങ്ങളുടെ സംയുക്ത യോഗം സാഹിത്യ അക്കാദമിയിൽ സംഘടിപ്പിച്ചു. NLP ദേശീയ പ്രസിഡന്റ് VK വിക്രമൻ ഉദ്ഘാടനം ചെയ്തു. NLP ദേശീയ ട്രഷറർ PS ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. തീയ മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് റിലേഷ് ബാബു, വിളക്കിത്തല നായർ സൊസൈറ്റി സംസ്ഥാന പ്രസിഡന്റ് S ശരത്, വേട്ടുവ മഹാസഭ ജില്ലാ പ്രസിഡന്റ് ഹാരിഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഇടത് ട്രേഡ് യൂണിയൻ സംഘടനകൾ ഈ മാസം 9-ാം തീയതി നടത്തുന്ന പണിമുടക്ക് സാധാരണ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന നിലപാടാണെന്ന് BMS അഖിലേന്ത്യാ പ്രവർത്തക സമിതി അംഗം ഉണ്ണികൃഷ്ണൻ ഉണ്ണിത്താൻ ആരോപിച്ചു. ലേബർ സ്റ്റഡീസ് ആൻഡ് റിസർച്ച് ട്രെയിനിംഗ് സെന്ററും BMS തൃശൂർ ജില്ലാ കമ്മിറ്റിയും സംയുക്തമായി നടത്തുന്ന യുവകാര്യകർത്തൃ ഏകദിന പഠന ശിബിരം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സർക്കാർ പാസാക്കിയ ലേബർ കോഡുകൾ ഒരു എതിർപ്പുമില്ലാതെയാണ് പാർലമെന്റ് പാസാക്കിയത്. രാഷ്ട്രീയ പ്രേരിതമായ പണിമുടക്കായതിനാൽ ഈ പണിമുടക്കിൽ BMS സഹകരിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. BMS ജില്ലാ പ്രസിഡന്റ് KV വിനോദ് അധ്യക്ഷത വഹിച്ചു. BMS സംസ്ഥാന വൈസ് പ്രസിഡന്റ് CG ഗോപകുമാർ, BMS സംസ്ഥാന സമിതി അംഗം MP ചന്ദ്രശേഖരൻ, വിദ്യാനികേതൻ സംസ്ഥാന സമിതി അംഗം OS സതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. വലപ്പാട് ബസ് തടഞ്ഞു നിർത്തി വാൾ വീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. കഴിമ്പ്രം ബീച്ച് സ്വദേശി കുറുപ്പത്ത് വീട്ടിൽ ഷിബിനെയാണ് വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിമ്പ്രം വലിയ നെടിയിരിപ്പിൽ മത്സ്യബന്ധന തൊഴിലാളിയായ ചന്ദ്രാപിനി ചാമക്കല സ്വദേശി അല്ലപ്പുഴ വീട്ടിൽ ബാബുവും മറ്റു തൊഴിലാളികളും യാത്ര ചെയ്തു വന്നിരുന്ന ബസ്സിൽ കയറി വധഭീഷണി മുഴക്കിയ കേസിലാണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. തിരുവിലാമല ബാറിൽ അക്രമം നടത്തിയ യുവാവിനെ പഴയന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. പട്ടിപ്പറമ്പ് സ്വദേശി മച്ചിങ്ങൽ വീട്ടിൽ അജീഷാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് പ്രതി അക്രമം നടത്തിയത്. ബാർ ജീവനക്കാരനായ സതീഷ്, ഗോപാലൻ, ജയദേവൻ, പ്രദീപ് എന്നിവരെയാണ് പ്രതി ആക്രമിച്ചത്. ബാറിലെ കിച്ചണിൽ കയറി ക്യാരറ്റ് എടുത്തത് ജീവനക്കാർ ചോദ്യം ചെയ്തതിലുള്ള പ്രകോപനമാണ് ആക്രമണത്തിന് കാരണമായതെന്ന് പോലീസ് പറഞ്ഞു. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. തൃശൂരിലെ ബഹുനില കെട്ടിടത്തിൽ തീപിടുത്തം. പാർക്കിംഗ് ഏരിയയിൽ കൂട്ടിയിട്ട മാലിന്യത്തിനാണ് തീപിടിച്ചത്. 1 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ഫയർഫോഴ്സ് തീയണച്ചു. ചാലക്കുടി മേലൂരിൽ മിന്നൽ ചുഴലി. 50ഓളം പറമ്പുകളിലെ കാർഷിക വിളകൾ നശിച്ചു. 5 വീടുകളുടെ മുകളിൽ മരം വീണു.
ഉപരാഷ്ട്രപതി നാളെ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തും. രാവിലെ 8 മുതൽ 10 വരെ ദർശനത്തിന് നിയന്ത്രണം. ക്ഷേത്രനഗരിയിൽ സുരക്ഷ ശക്തമാക്കി പോലീസ്. മാതൃകാപരമെന്ന് മേനി നടിക്കുന്ന സംസ്ഥാനത്തിന്റെ ആരോഗ്യമേഖല പരിതാപകരമായ സ്ഥിതിയിലാണെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ പി ജെ ജോസഫ്. കോൺഗ്രസിന്റെ പുതിയ നേതൃത്വം UDF-ന് ഉണർവ് നൽകുന്നതാണെന്നും പി ജെ ജോസഫ്. തൃശൂർ പുല്ലഴി ചെറിയ പാലത്തിൽ അടിഞ്ഞുകൂടിയ ചണ്ടിയും കുളവാഴയും ഇറിഗേഷൻ വകുപ്പ് നീക്കി തുടങ്ങി. ചണ്ടി നീക്കം ആരംഭിച്ചതോടെ കനാലിലെ നീരൊഴുക്ക് വർദ്ധിച്ചു. തൃശൂർ നഗരത്തിൽ ATM-ൽ ഉൾപ്പെടെ 2 ഇടങ്ങളിൽ മോഷണശ്രമം. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഹൈറോഡിലെ ശാഖയിലും സമീപത്തെ വസ്ത്രശാലയിലുമാണ് മോഷണശ്രമം നടന്നത്. പ്രതിയെ കൈയോടെ പൊക്കി പോലീസ്. നെല്ലങ്കരയിൽ പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച ഗുണ്ടകളെ നേരിട്ട സ്ഥലത്തെ റോഡിന് കമ്മീഷണറുടെ പേരിട്ട് നാട്ടുകാർ. സംഭവം പറഞ്ഞ് ബോർഡ് നീക്കം ചെയ്യിപ്പിച്ച് സിറ്റി പോലീസ് കമ്മീഷണർ. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.